നമസ്കാരം. പ്രധാന വാർത്തകൾ. എയർ ഇന്ത്യ യാത്രാ വിമാനം നേരത്തെ പുറപ്പെട്ടു. യാത്രക്കാരെ വലിച്ചു. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് രാവിലെ 5:20 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് അരമണിക്കൂർ നേരത്തെ പറന്നത്. വിമാനം നിശ്ചയിച്ചതിലും നേരത്തെ പുറപ്പെട്ടത് 5ഓളം യാത്രക്കാരെയാണ് വലച്ചത്. സംഭവത്തിൽ യാത്രക്കാർ എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകി. വിമാനത്തിന്റെ സമയം മാറ്റിയത് സംബന്ധിച്ച് വിമാന കമ്പനി മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്നാണ് യാത്രക്കാരുടെ ആരോപണം. ചെക്കിങ്ങിന് സമയമുണ്ടായിരുന്നിട്ടും അതിന് അനുവദിച്ചില്ലെന്നും യാത്രക്കാർ പറഞ്ഞു. കണ്ണൂരിൽ 27 ഗ്രാം MDMA-യുമായി ഷുഹൈബ് വധക്കേസ് പ്രതിയും യുവതിയുമടക്കം 6 പേർ പിടിയിൽ. ചാലോടിലെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഷുഹൈബ് കേസ് പ്രതി K സഞ്ജയും പിടിയിലായവരുണ്ട്. മഷുഹൈബ് കേസ് പ്രതി തെരൂർ പാലയാട് സ്വദേശി K സഞ്ജയ് സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കൊപ്പം പാലയോട് സ്വദേശിനി മജ്നാസ്, ഏച്ചൂർ സ്വദേശിനി രചന രമേശ്, ആദി കടലായി സ്വദേശി മുഹമ്മദ് റനീസ്, ചെമ്പിലോട് സ്വദേശി സഹദ്, മാടായി സ്വദേശി ഷുഹൈബ് എന്നിവരും പിടിയിലായി. ലോഡ്ജിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ദില്ലി അധോലോകത്തിലെ കുപ്രസിദ്ധി നേടിയ ഗുണ്ടാ നേതാവ് ജയിലിൽ മരിച്ച നിലയിൽ. സൽമാൻ താഗിയാണ് ജയിലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണ്ടോളിയിലെ ജയിലിലെ സെല്ലിനകത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഘടിത ആക്രമണം, കൊള്ള എന്നിവ നടത്താൻ വലിയ കുറ്റവാളികളുടെ സംഘം തന്നെ ഇയാളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. സൽമാൻ ത്യാഗിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. ബെഡ്ഷീറ്റ് ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിച്ചതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി. മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ പിടിയിലായത്. ഗുണ്ടാ നേതാവ് നീരജ് ബവനയ്ക്കൊപ്പം ക്രിമിനൽ കരിയർ തുടങ്ങിയ ശേഷം സ്വന്തം നിലയിൽ ഒരു ഗുണ്ടാ സംഘത്തെ ഇയാൾ വളർത്തിയെടുക്കുകയായിരുന്നു. പിന്നീട് ലോറൻസ് ബിഷ്ണോയി സംഘത്തോടൊപ്പം ചേരാൻ ഇയാൾ ശ്രമം നടത്തിയിരുന്നു. ജയിലിൽ കഴിയവേ പുറത്തുള്ള സംഘാംഗങ്ങൾക്ക് ഇയാൾ നിരന്തര നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷം ദില്ലിയിലെ 2 ബിസിനസ്സുകാരെ കൊള്ളയടിച്ച് 50 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ഇയാൾ തന്റെ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലോറൻസ് ബിഷ്ണോയുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നടൻ സൽമാൻ ഖാന്റെ കടുത്ത ആരാധകനായിരുന്നു ഇയാൾ. സൽമാൻ ഖാന്റെ 2003 പുറത്തിറങ്ങിയ തേരെ നാം എന്ന സിനിമയിലേന് സമാനമായ ഹെയർ സ്റ്റൈലും വേഷവിധാനങ്ങളുമായിരുന്നു ഇയാളുടേത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം ഇയാൾ ജയിലിലാകുന്നവരെ സജീവമായിരുന്നു. കട്ടൻ ചായയിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്താൻ ശ്രമം, യുവാവ് അറസ്റ്റിൽ. ടാപ്പിംഗ് തൊഴിലാളിയെ കട്ടൻ ചായയിൽ വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലാണ് യുവാവ് പിടിയിലായത്. കള്ളപ്പാട്ടുകുന്ന് തെങ്ങോട് വീട്ടിൽ 24-കാരൻ അജയാണ് അറസ്റ്റിലായത്. കാരാട് വടക്കുംഭാഗം ചെന്നൈയിൽ വീട്ടിൽ സുന്ദരന്റെ പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു കൊലപാതക ശ്രമം. ടാപ്പിംഗ് തൊഴിലാളിയായ സുന്ദരൻ പുലർച്ചെ ജോലിക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കുടിക്കാനായി കട്ടൻ ചായ കൊണ്ടുപോകുന്നത് സുന്ദരന്റെ ശീലമായിരുന്നു. അടുത്തായി ചായ കുടിച്ചപ്പോൾ രുചിവ്യത്യാസം തോന്നിയതോടെ പരിശോധിച്ചപ്പോൾ നിറത്തിലും മാറ്റം കണ്ടു. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തൃശൂർ വോട്ടർ പട്ടിക വിവാദത്തിൽ മൗനം വെടിഞ്ഞ സുരേഷ് ഗോപി. വോട്ടർ പട്ടിക ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. താൻ മന്ത്രിയാണെന്നും ആ ഉത്തരവാദിത്തം കാണിച്ചുവെന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതുമല്ലെങ്കിൽ കേസ് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ അവിടെ ചോദിക്കാമെന്നും കേന്ദ്രമന്ത്രിയായതിനാലാണ് പ്രതികരിക്കാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു.